തൃശ്ശൂരിൽ നിന്ന് ബി.ജെ.പിയുടെ പ്രതിനിധി ചരിത്രത്തിലാദ്യമായി ജയിക്കുമ്പോൾ അതിനൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ, അതിനൊക്കെ ഞങ്ങളെയല്ലേ ആക്ഷേപിക്കുന്നത്. 86,000 വോട്ട് സ്വന്തം പാളയത്തിൽ നിന്ന് ചോർന്നു. 86,000 എന്നല്ല, ലക്ഷത്തിലധികമാണ്. കാരണം മുൻവർഷത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് 5 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായി ഒരു വോട്ട് വർധന വരുമല്ലോ, പുതിയ വോട്ടർമാരൊക്കെ വരും. അപ്പോൾ 1,00,000 വോട്ട് അങ്ങനെ തന്നെ കച്ചവടം നടത്തി കൈ കൊടുത്തിട്ട് ഞങ്ങളെയല്ലേ ആക്ഷേപിക്കുന്നത്. ഞങ്ങൾക്കോ 16,000 വോട്ട് വർദ്ധിക്കുകയാണ്. ന്യായമായി വരേണ്ട വർധനവ് ഞങ്ങൾക്ക് വന്നു. 1,00,000 കോൺഗ്രസ് വോട്ടിൻ്റെ ബലത്തിൽ ജയിപ്പിച്ചു. എന്നിട്ട് അതിനിപ്പോൾ ഞങ്ങളോട് മറുപടി പറയണമെന്നാണ്. 1000 കള്ളം 10,000 തവണ ആവർത്തിക്കുക എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. കള്ളം കള്ളമായിട്ട് നിലനിൽക്കും. അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾ പ്രകടിപ്പിക്കും. ഞാൻ അതിനെക്കുറിച്ചൊരു കമൻറ്റ് ചെയ്യുന്നില്ല. ഒന്ന് ഈ പേജുകളെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ നവമാധ്യമങ്ങളിൽ കുറച്ച് മാത്രം ഇടപെടുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ ശ്രദ്ധയിലൊക്കെ വന്നിട്ടുള്ള കാര്യം തന്നെയാണ്. മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞ് ലഘൂകരിക്കരുത്. നമുക്ക് വേണമെങ്കിൽ സ്ഥാനത്തെ ബഹുമാനിച്ചുകൊണ്ട് കളവ് പറഞ്ഞു എന്നുള്ള വാക്കൊക്കെ ഒഴിവാക്കാം. പകരം അടിസ്ഥാനരഹിതമായ പ്രസ്താവന നടത്തിയെന്നോ വസ്തുതയുമായി പൊരുത്തപ്പെടാത്ത കാര്യം പറഞ്ഞു എന്നൊക്കെ പറയാം. ഇനിയൊരു കള്ളം പറഞ്ഞു, പച്ചക്കള്ളൻ, പച്ചക്കള്ളം, നുണയൻ എന്നൊക്കെ പറയുന്നത് ഒരു പാർലമെൻ്ററി മര്യാദയ്ക്ക് നിരക്കുന്നതല്ല എന്ന് വിമർശനമുണ്ടെങ്കിൽ നമുക്കതിനെയൊക്കെ ഒന്ന് നല്ല ഭാഷ, ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കുന്ന ഒരു കാലമാണ്, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സംഗതി കളവല്ലേ പറയുന്നത്, ഓരോ ദിവസവും പറയുന്നില്ലേ. നിങ്ങൾ മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ നിങ്ങൾ തന്നെ ഒരു രജിസ്റ്റർ സൂക്ഷിക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ ഒരു സങ്കോചവും ഇല്ലാതെയല്ലേ പറയുന്നത്. ഓർത്തു വയ്ക്കാൻ പറ്റുമോ എത്ര എണ്ണാണ് പറയുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞില്ലേ, മുൻ KPCC പ്രസിഡന്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു സംസാരിച്ചു. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റേ അദ്ദേഹം ഇട്ടിട്ടില്ല, പറഞ്ഞില്ലേ. 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞില്ലേ, എന്നെ വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, ഞാൻ തന്നെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്, പറഞ്ഞില്ലേ. അങ്ങനെ എത്ര 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 ഞാനൊന്നും ആവർത്തിച്ചൂടെ പറയാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയത്തിലേക്കൊക്കെ പുതുതായി കടന്നു വരുന്ന തലമുറ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു രാഷ്ട്രതന്ത്രജ്ഞത, രാഷ്ട്രീയ നേതൃത്വം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് രീതി എന്ന് പഠിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ആര്? അത് മറ്റേ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ സ്വഭാവമായിരിക്കും നിങ്ങളുടെ ചോദ്യത്തിന് ആധാരമായിട്ടുണ്ടാവുക. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 10,000 സർക്കാർ സ്കൂളുകൾ ഇന്ത്യയിലാകെ അടച്ചുപൂട്ടിയിട്ടുണ്ട്. 90,000 എന്നൊക്കെ ഒരു കണക്ക് പറയുന്നത് കേട്ടു. ഒന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഏകദേശം അത്ര ഉണ്ടെന്നാണ് വെയ്പ്പ്. കർണാടകയിൽ 3,500ഓളം സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടിയെന്നാണ് പറയുന്നത്. കേരളത്തിൽ 10 വർഷത്തിനിടയിൽ ഒരൊറ്റ സർക്കാർ പള്ളിക്കൂടം ഒരെണ്ണം അടച്ചുപൂട്ടിയിട്ടില്ല, ഒരൊറ്റ എണ്ണം. അതാണ് സത്യം. പിന്നെ പറയുന്നവർക്ക് എന്തും പറയാം. കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ഒരൊറ്റ എണ്ണം 10 കൊല്ലത്തിനുള്ളിൽ അടച്ചുപൂട്ടിയിട്ടില്ല, ആധികാരികമായിട്ട് പറയും.